ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. ഇന്ന് നമ്മുടെ ചാനൽ സ്ഥിരമായി കാണാറുള്ള ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രൊപ്പറേറ്റർഷിപ്പ്, അതായത് സ്വന്തമായിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മലപ്പുറം അങ്ങനെയുള്ള 2-3 ഡിസ്ട്രിക്റ്റുകളിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഉള്ളത്. അപ്പോൾ പുതിയൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. കേരളം മുഴുവൻ അദ്ദേഹം ചെയ്യുന്ന അതേ പ്രൊഡക്റ്റ് തന്നെ ഓൾ കേരള ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു അവസരം വന്നിട്ടുണ്ട്. ഒരു ടൈപ്പാണ്, കേരളത്തിന് പുറത്തുനിന്നുള്ളൊരു ടൈപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് 1-2 പേരുണ്ടെന്ന് തോന്നുന്നു, അവരെ കൂട്ടിയിട്ട് കുറച്ചുകൂടി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. ഇവിടെ അദ്ദേഹത്തിനുള്ള സംശയം, അദ്ദേഹത്തിന് ഓൾറെഡി ഉള്ള GSTN നമ്പർ അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ വെച്ചിട്ട് പുതിയ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. അപ്പോൾ അതിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നിങ്ങളെ അറിയാനായിട്ട് പറയുന്നത്, ഇപ്പോൾ ഓൾറെഡി അദ്ദേഹം പ്രൊപ്പറേറ്റർഷിപ്പിലാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം പാർട്ട്ണർഷിപ്പിലേക്ക് മാറുമ്പോൾ അവിടെ നമ്മൾ പാർട്ട്ണർഷിപ്പിനായിട്ട് ഡീഡ് എഴുതേണ്ടി വരും. ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതുമ്പോൾ ആ പാർട്ട്ണർഷിപ്പിൻ്റെ പേരിൽ, ഡീഡിന് ശേഷം ആ പാർട്ട്ണർഷിപ്പിൻ്റെ പേരിൽ അവർക്കൊരു പാൻ കാർഡ് എടുക്കേണ്ടി വരും. അപ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫെയിമിൻ്റെ പേരിലുള്ള GST രജിസ്ട്രേഷൻ അവർക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ പുതിയ GST നമ്പർ ആയിരിക്കും അവർക്ക് ഉപയോഗിക്കേണ്ടി വരിക. ഇതാണ് ഒരു കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇതിൻ്റെ ലോണുകൾ കിട്ടാനായിട്ട് എന്താണ് ഒരു മാർഗം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സംശയം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻഡിവിജ്വൽ പേരിലെടുത്തിട്ടുള്ള അഥവാ പ്രൊപ്പറേറ്റർഷിപ്പിൽ എടുത്തിട്ടുള്ള GSTN നമ്പർ പാർട്ട്ണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലേക്കോ ഇനി കമ്പനി ഫോർമാറ്റ് കമ്പനിയിലേക്കോ ബിസിനസ് ഫോർമാറ്റ് കമ്പനിയിലേക്കോ അല്ലെങ്കിൽ LLP അങ്ങനെയുള്ള ഫോർമാറ്റിലേക്ക് മാറുമ്പോൾ അതാത് ഫെയിമിൻ്റെ പേരിൽ പാൻ കാർഡ് എടുത്തുകൊണ്ട് പുതിയ GST രജിസ്ട്രേഷൻ അങ്ങനെയാണ് എടുക്കാൻ സാധിക്കുക, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് സ്റ്റേ ട്യൂൺ വിത്ത് Capitex India. താങ്ക് യു.